കാശ്മീർ യാത്രയുടെ 3-ാം ദിവസം അതിരാവിലെ തന്നെ ശ്രീനഗറിൽ നിന്ന് പുറപ്പെട്ട് ഏതാണ്ട് 51 കിലോമീറ്റർ ദൂരെ സ്ഥിതി ചെയ്യുന്ന ഗുൽമാർഗ് എന്ന സ്ഥലത്താണ് ഇപ്പോൾ നാം എത്തിച്ചേർന്നിരിക്കുന്നത്. ജമ്മു കാശ്മീരിലെ തന്നെ പ്രശസ്തമായ ഈ വിനോദസഞ്ചാര കേന്ദ്രത്തിൻ്റെ പേരിൻ്റെ അർത്ഥം പുഷ്പങ്ങളുടെ വഴി എന്നതാണ്. ജമ്മു കാശ്മീരിലെ ബരാമുള്ള ജില്ലയിലുള്ള ഒരു ഹിൽ സ്റ്റേഷൻ കൂടിയാണിത്. ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള ഗോൾഫ് കോഴ്സുകളിലൊന്ന് ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നത് കൂടിയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. കൂടാതെ ഗൊണ്ടോള കേബിൾ കാർ യാത്ര ഇവിടെ വളരെ പ്രശസ്തവുമാണ്. ശൈത്യകാലത്ത് സ്കീയിങ്ങിന് ഏറ്റവും അനുയോജ്യമായ ഒരു സ്ഥലം കൂടിയാണ്. ഏഷ്യയിലെ തന്നെ ഏറ്റവും ഉയർന്നതും നീളമേറിയതുമായ കേബിൾ കാർ പദ്ധതികളിൽ ഒന്ന് ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 13,000 അടി ഉയരത്തിലുള്ള അഫർവാത്ത് കൊടുമുടിയിലേക്ക് ഇത് സഞ്ചാരികളെ ആനയിക്കുന്നു. അൽപത്തർ ലേക്ക് അഫർവാത്ത് കുന്നുകൾക്ക് താഴെയായി സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ ഒരു തടാകമാണ്. വർഷത്തിൽ ഭൂരിഭാഗം സമയവും ഇത് മഞ്ഞ് മൂടിക്കിടക്കും. ഇങ്ങനെ ഇവിടെയുള്ള ഈ മനോഹരമായ കാഴ്ചകളെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ സഹയാത്രികർക്കൊപ്പം ഞാനും ഗൊണ്ടോള യാത്രയ്ക്ക് തയ്യാറായി ഗൊണ്ടോള സ്റ്റേഷനിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയുള്ള 100 വർഷത്തിലധികം പഴക്കമുള്ള വിക്ടോറിയൻ ശൈലിയിലുള്ള സെൻറ് മേരീസ് പള്ളിയാണ് മഞ്ഞുകാലത്ത് വളരെ മനോഹരമായ കാഴ്ച നമുക്ക് സമ്മാനിക്കുന്നത്. ഗുൽമാർഗിലെ മഹാറാണി ടെമ്പിൾ ഒരു ചെറിയ കുന്നിൻ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം കൂടിയാണ്. ഇത് ഇന്ന് കാശ്മീർ രാജവംശത്തിൻ്റെ സ്മരണാർത്ഥമാണ് നിലകൊള്ളുന്നത്. ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയാണ് മഞ്ഞുവീഴ്ചയും സ്കീയിങ്ങും ഇഷ്ടപ്പെടുന്നവർക്ക് ഈ സമയം സന്ദർശിക്കാൻ ഏറ്റവും മികച്ചത്. അപ്പോൾ ഈ പ്രദേശം മുഴുവൻ വെളുത്ത പുതപ്പിനാൽ മൂടി കിടക്കും എന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകതയും. എന്നാൽ പച്ചപ്പും വിവിധയിനം പൂക്കളും കാണാൻ താല്പര്യമുള്ളവർക്ക് വേനൽക്കാലമാണ് ഏറ്റവും അനുയോജ്യമായത്, അതായത് ഏപ്രിൽ മുതൽ ജൂൺ വരെ. വിനോദസഞ്ചാരികൾക്കായി നിരവധി ആഡംബര റിസോർട്ടുകളും ഹോട്ടലുകളും ഇവിടെ ലഭ്യമാണ്. പരമ്പരാഗത കാശ്മീരി ഭക്ഷണമായ വാസ്വാൻ, അതുപോലെ തന്നെ ഇവിടുത്തെ പ്രത്യേക ചായയായ കവ എന്നിവ സന്ദർശകർക്ക് പുതിയൊരു അനുഭവം നൽകുന്നു. ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരത്തിലുള്ള കേബിൾ കാർ പദ്ധതികളിൽ ഒന്നാണ് ഈ ഗുൽമാർഗിലുള്ള ഗൊണ്ടോള സർവീസ്. ഇത് 2 ഫേസുകളിൽ ആയിട്ടാണ് ഒരുക്കിയിരിക്കുന്നത്. 1-ാം ഘട്ടം, അതായത് ഫസ്റ്റ് ഫേസ്, ഗുൽമാർഗ് കൊങ്ദൂരി ഇടയിൽ സഞ്ചരിക്കുന്ന ഒന്നാണ്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 8,694 അടി ഉയരത്തിലാണ് ഇത് സഞ്ചരിക്കുക. സഞ്ചാര സമയം ഏതാണ്ട് 9 മുതൽ 10 മിനിറ്റ് വരെയാണ്. പൈൻ മരങ്ങൾ നിറഞ്ഞ വനങ്ങളുടെയും പുൽമേടുകളുടെയും മനോഹരമായ കാഴ്ച ഇവിടെ ലഭിക്കും. കുടുംബവുമായി എത്തുന്നവർക്ക് ഈ ഘട്ടം വളരെ അനുയോജ്യമാണ്. ഏകദേശം 800 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് നിരക്ക്. നാം 1-ാം ഘട്ടം പൂർത്തിയാക്കി കൊങ്ദൂരി അഫർവാത്ത് കൊടുമുടിയിൽ എത്തിച്ചേർന്നാൽ അവിടെ നിന്നും 2-ാം ഘട്ട യാത്ര ആരംഭിക്കുകയായി. സമുദ്രത്തിൽ നിന്ന് ഏകദേശം 13,000 അടിയിലേറെ ആണ് ഇതിൻ്റെ ഉയരം. ഏതാണ്ട് 12 മുതൽ 15 മിനിറ്റ് വരെയാണ് യാത്രാ സമയം. വർഷം മുഴുവനും മഞ്ഞ് കാണാൻ കഴിയുന്ന സ്ഥലം കൂടിയാണിത്. ഹിമാലയൻ നിരകളുടെ അതിമനോഹരമായ കാഴ്ച ഇവിടെ നിന്ന് ആസ്വദിക്കാൻ സാധിക്കും. സാഹസികത ഇഷ്ടപ്പെടുന്നവർക്ക് ഇവിടെ വളരെ പ്രിയപ്പെട്ടതാണ്. ഏകദേശം 1000 രൂപയാണ് ഒരാൾക്ക് ഇവിടുത്തെ ടിക്കറ്റ് നിരക്ക്. അങ്ങനെ ഗൊണ്ടോളയിൽ യാത്ര ചെയ്ത് നാം ഫസ്റ്റ് ഫേസിൽ എത്തി. അവിടെ നിന്നും ഇപ്പോൾ സെക്കൻഡ് ഫേസിലേക്കുള്ള യാത്രയ്ക്കായി ഗൊണ്ടോള സ്റ്റേഷനിലേക്ക് എത്തുകയും അവിടെ നിന്ന് സെക്കൻഡ് ഫേസ് യാത്ര ആരംഭിക്കുകയും ചെയ്തു. ഇങ്ങനെ ഗൊണ്ടോളയിൽ നിന്ന് യാത്ര ചെയ്യുമ്പോൾ പ്രകൃതി ഭംഗി മനോഹരമായി ആസ്വദിക്കുക എന്നതിലുപരി ഞാൻ ഇവിടെയുള്ള മറ്റ് കാര്യങ്ങളെക്കുറിച്ച് കൂടി ആണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഗൊണ്ടോള
ടിക്കറ്റുകൾ മുൻകൂട്ടി ഓൺലൈനായി ബുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതാണ് ഏറ്റവും നല്ല രീതിയും. രാവിലെ 9 മുതൽ വൈകുന്നേരം 4 വരെയാണ് സാധാരണയായി ഇത് പ്രവർത്തിക്കുന്നത്. എന്നാൽ കാലാവസ്ഥയ്ക്കനുസരിച്ച് ഇതിൽ ചെറിയ മാറ്റവും വരാവുന്നതാണ്. ടിക്കറ്റ് ബുക്ക് ചെയ്യാനും യാത്ര ചെയ്യാനും ആധാർ കാർഡ് പോലുള്ള തിരിച്ചറിയൽ രേഖ കൈവശം കരുതേണ്ടത് വളരെ ആവശ്യവുമാണ്. മുകളിൽ കഠിനമായ തണുപ്പും കാറ്റും ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ നല്ല കമ്പിളി വസ്ത്രങ്ങൾ, അതായത് ജാക്കറ്റ്, ഗ്ലൗസ്, തൊപ്പി എന്നിവ കരുതുന്നതും അനുയോജ്യമാണ്. 2ാം ഘട്ടം വരെ ഉയരത്തിലായതിനാൽ ശ്വാസതടസ്സമോ തലകറക്കമോ ഉള്ളവർ ശ്രദ്ധിച്ചു വേണം യാത്ര ചെയ്യാൻ. ധാരാളം വെള്ളം കുടിക്കുകയും സാവധാനം നടക്കുകയും ചെയ്യേണ്ടത് ഇവിടുത്തെ യാത്രയുടെ ഒരാവശ്യകതയുമാണ്. മോശം കാലാവസ്ഥയോ ശക്തമായോ കാറ്റോ ഉണ്ടെങ്കിൽ ഗൊണ്ടോള സർവീസുകൾ തൽക്കാലമായി നിർത്തിവെക്കാറുണ്ട്. ഗുൽമാർഗിലെ തന്നെ ഏറ്റവും മനോഹരമായ കാഴ്ചകളിൽ ഒന്നാണ് ആൽപത്താർ തടാകം. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 14,400 അടി ഉയരത്തിൽ അഫർവാത്ത് കൊടുമുടിയുടെ താഴ്വരയിലാണ് ഈ തടാകം സ്ഥിതി ചെയ്യുന്നത്. ഇതിനെ ഒരു മരവിച്ച തടാകം എന്നാണ് വിളിക്കാറ്. വർഷത്തിൽ മിക്കവാറും മാസങ്ങളിൽ നവംബർ മുതൽ ജൂൺ പകുതി വരെ ഈ തടാകം പൂർണ്ണമായും മഞ്ഞ് മൂടിക്കിടക്കും. അതുകൊണ്ട് തന്നെ ഇതിനെ ഫ്രോസൺ ലേക്ക് എന്നും വിളിക്കാറുണ്ട്. വേനൽക്കാലത്ത് മഞ്ഞുരുകുമ്പോൾ തെളിഞ്ഞ നീല നിറത്തിലുള്ള വെള്ളം ചുറ്റുമുള്ള ഹിമപാളികളും കൂറ്റൻ പാറക്കെട്ടുകളും ഈ തടാകത്തിന് അതിമനോഹരമായ ഒരു കാഴ്ച നൽകുന്നു. ഗുൽമാർഗിൽ നിന്നും ഏകദേശം 13 കിലോമീറ്റർ അകലെയാണിത്. ഇങ്ങനെ ഇവിടുത്തെ മനോഹരമായ കാഴ്ചകളെപ്പറ്റി ചിന്തിച്ചുകൊണ്ടും അതിമനോഹരമായ കാഴ്ചകൾ കണ്ടും കേബിൾ കാറിൽ ഇരുന്ന് സഞ്ചരിക്കുമ്പോൾ എതിർദിശയിൽ താഴേക്ക് ഇറങ്ങി വരുന്ന ഒട്ടനേകം കേബിൾ കാറുകളും നമുക്ക് കാണാവുന്നതാണ്. ഒട്ടുമിക്ക കേബിൾ കാറുകളിലും നിറയെ ആളുകളുമാണ്. അത്ര മനോഹരമാണ് ഇവിടുത്തെ ഓരോ കാഴ്ചയും. ഗുൽമാർഗ് ഗൊണ്ടോളയുടെ 2ാം ഘട്ടം അഫർവാത്ത് കൊടുമുടി വരെ നീണ്ടു നിൽക്കുന്നതാണ്. അവിടെ ഇറങ്ങിയ ശേഷം ഏകദേശം 1.5 മുതൽ 2 കിലോമീറ്റർ വരെ ദൂരം പാറക്കെട്ടുകളിലൂടെ നടന്നാൽ തടാകത്തിന് അടുത്തെത്താം. നടത്തം ബുദ്ധിമുട്ടുള്ളവർക്ക് കുതിരപ്പുറത്ത് ഇവിടെ എത്താനുള്ള സൗകര്യവും ഇവിടെ ലഭിക്കുന്നതാണ്. കൊടുമുടിയുടെ മുകളിലായതിനാൽ ഇവിടെ എപ്പോഴും അതിശക്തമായ കാറ്റും തണുപ്പും അനുഭവപ്പെടാറുണ്ട്. അതിനാൽ കട്ടിയുള്ള കമ്പിളി വസ്ത്രങ്ങൾ നിർബന്ധമായും കരുതേണ്ടത് സുഗമമായ യാത്രയ്ക്ക് ആവശ്യവുമാണ്. പാറക്കെട്ടുകൾ നിറഞ്ഞ വഴിയായതുകൊണ്ട് നല്ല ഗ്രിപ്പുള്ള ഷൂസുകൾ ധരിക്കാനും ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുമാണ്. വലിയ ഉയരമായതുകൊണ്ട് ഓക്സിജന്റെ അളവ് കുറവായതിനാൽ ശ്വാസം മുട്ടൽ ഉള്ളവർ ട്രെക്കിംഗ് ഒഴിവാക്കുന്നതാണ് നല്ലത്. ഉച്ചയ്ക്ക് ശേഷം ഇവിടെ സന്ദർശിക്കുന്നത് ഒഴിവാക്കി രാവിലെ തന്നെ പോകാൻ ശ്രദ്ധിക്കുക. കാരണം വൈകുന്നേരമാകുമ്പോഴേക്കും കാലാവസ്ഥ പെട്ടെന്ന് മാറാനുള്ള സാധ്യതയും ഇവിടെയുണ്ട്. മഞ്ഞുകാലത്തെ ഭംഗി ആസ്വദിക്കാൻ ഏറ്റവും നല്ല സമയം മെയ് ജൂൺ മാസങ്ങളാണ്. തടാകത്തിലെ തെളിഞ്ഞ വെള്ളം കാണാൻ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളാണ് ഏറ്റവും അനുയോജ്യമായത്. ഈ ഗുൽമാർഗിലെ ചരിത്രപ്രധാനമായ ഒരു ആരാധനാലയമാണ് സെയിൻറ്റ് മേരീസ് പള്ളി. ബ്രിട്ടീഷ് ഭരണകാലത്ത് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഈ പള്ളി അതിൻ്റെ വാസ്തുവിദ്യ ഭംഗി കൊണ്ടും ചുറ്റുമുള്ള പ്രകൃതി ഭംഗി കൊണ്ടും സഞ്ചാരികളെ ഏറെ ആകർഷിക്കുന്ന ഒന്നുകൂടിയാണ്. 1902 ഈ പള്ളി നിർമ്മിക്കുന്നത്. ഏകദേശം 100 വർഷത്തിലധികം പഴക്കമുള്ള ഈ പള്ളി ബ്രിട്ടീഷ് വാസ്തുവിദ്യ ശൈലിയാണ് ഉപയോഗിച്ചിരിക്കുന്നതും പണി കഴിപ്പിച്ചിരിക്കുന്നതും. ചാരനിറത്തിലുള്ള കല്ലുകൾ കൊണ്ടാണ് ചുവരുകൾ നിർമ്മിച്ചിരിക്കുന്നത്. ടൈലുകൾ കൊണ്ട് മനോഹരമാക്കിയിരിക്കുന്നു. ഉൾഭാഗം തടികൾ കൊണ്ടുള്ള കൊത്തുപണികളാൽ സമ്പന്നവുമാണ്. ഗുൽമാർഗിലെ ഗോൾഫ് കോഴ്സിന് അടുത്തായി ഒരു ചെറിയ കുന്നിൻ മുകളിലാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത്. ചുറ്റും പൈൻ മരങ്ങളും പുൽമേടുകളും ഉള്ളതിനാൽ ഒരു സിനിമയിലെ രംഗം പോലെ ഇത് മനോഹരമായി തോന്നുന്നതാണ്. ശൈത്യകാലത്ത് പള്ളിയുടെ പച്ച മേൽക്കൂരയിലും ചുറ്റുമുള്ള മരങ്ങളിലും
മഞ്ഞ് വീണ് കിടക്കുന്നത് കാണാൻ പ്രത്യേക ഒരു ഭംഗിയാണുള്ളത്. പല സിനിമകളിലും ഈ പള്ളി ചിത്രീകരണത്തിന് ലൊക്കേഷനായിട്ടുണ്ട്. ഗുൽമാർഗിൽ ഫോട്ടോ എടുക്കാൻ ഏറ്റവും അനുയോജ്യമായ ഇടങ്ങളിൽ ഒന്നുകൂടിയാണിത്. എല്ലാ ദിവസവും സന്ദർശകർക്കായി തുറന്നു കൊടുക്കാറുണ്ട് ഈ ദേവാലയം. സാധാരണയായി രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് സന്ദർശകർക്കുള്ള അനുവദനീയമായ സമയം. ഗുൽമാർഗ് ടൗണിൽ നിന്നും നടന്നു പോകാവുന്ന ദൂരമേ ഉള്ളൂ ഈ പള്ളിയിലേക്ക്. അല്ലെങ്കിൽ കുതിരസവാരി വഴിയോ ടാക്സി വഴിയോ ഇവിടെ എത്തിച്ചേരാവുന്നതാണ്. മതപരമായ ചടങ്ങുകൾക്ക് പുറമെ ഒരു പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രം കൂടിയാണ് ഈ പള്ളി. ഇവിടുത്തെ ശാന്തമായ അന്തരീക്ഷം സന്ദർശകർക്ക് വലിയ ആശ്വാസം നൽകുന്നു. ഗുൽമാർഗിലെ മറ്റൊരു മനോഹരവും ചരിത്ര സ്മാരകവും ആരാധനാലയവുമാണ് മഹാറാണി ക്ഷേത്രം. ഇതിനെ മോഹിനേശ്വര ശിവാലയം എന്നും വിളിക്കാറുണ്ട്. 1915 കാശ്മീരിലെ അന്നത്തെ മഹാരാജാവായിരുന്ന ഹരി സിംഗ് തൻ്റെ പത്നി മഹാറാണി മോഹിനിബായ് സിസോദിയയ്ക്ക് വേണ്ടിയാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത്. അതിനാൽ തന്നെ ഇതിനെ റാണി ക്ഷേത്രം എന്നാണ് ഇന്നും വിളിച്ചു പോരുന്നത്. കുന്നിൻ മുകളിൽ ചുവന്ന മേൽക്കൂരയോടെ നിൽക്കുന്ന ഈ ക്ഷേത്രം ദൂരെ നിന്ന് തന്നെ ശ്രദ്ധിക്കപ്പെടും. പരമ്പരാഗതമായ ഹിന്ദു വാസ്തുവിദ്യാ ശൈലിയാണ് ഇതിൻ്റെ നിർമ്മാണത്തിനായി ഉപയോഗിച്ചിരിക്കുന്നത്. ഗുൽമാർഗ് ടൗണിൻ്റെ മധ്യഭാഗത്തായി ഒരു ചെറിയ കുന്നിൻ മുകളിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്നാൽ ഗുൽമാർഗ് ടൗണിൻ്റെ മുഴുവൻ ഭംഗിയും നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നതാണ്. എല്ലാ മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകളും ഈ ക്ഷേത്രം സന്ദർശിക്കാറുണ്ട് എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയും. വർഷങ്ങളോളം ഒരു മുസ്ലിം പുരോഹിതൻ ഇവിടെ പൂജകൾക്ക് സഹായിച്ചിരുന്നു എന്നത് ഇവിടുത്തെ മതസൗഹാർദ്ദത്തിൻ്റെ വലിയൊരു ഉദാഹരണമായി ഇന്നും കരുതപ്പെടുന്നുണ്ട്. പ്രശസ്തമായ പഴയ ഹിന്ദി ഗാനം ജയ് ജയ് ശിവശങ്കർ ആപ്കി കസം എന്ന ചിത്രീകരിച്ചത് ഈ ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് വെച്ചാണ്. ശിവനും പാർവതിയുമാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠകൾ. സാധാരണയായി രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ ദേവാലയം സന്ദർശകർക്കായി തുറക്കാറുണ്ട്. മഞ്ഞുകാലത്ത് വെളുത്ത മഞ്ഞിനടിയിൽ തിളങ്ങി നിൽക്കുന്ന ചുവന്ന ക്ഷേത്രം കാണാൻ വളരെ മനോഹരവുമാണ്. ഗുൽമാർഗിലെ മനോഹരമായ പ്രകൃതി ഭംഗിക്കിടയിൽ ശാന്തമായി പ്രാർത്ഥിക്കാനും കുറച്ച് സമയം ചിലവഴിക്കാനും ഏറെ പറ്റിയ ഒരിടം കൂടിയാണ് ഇത്. ഇങ്ങനെ ഗുൽമാർഗിനെ പറ്റിയും ഇവിടെയുള്ള മനോഹര കാഴ്ചകളെ പറ്റിയും ഒക്കെ ചിന്തിച്ചുകൊണ്ട് നാം ഇപ്പോൾ 2ാം ഫേസിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവിടെ എത്തിയാൽ പിന്നെ അതിമനോഹരമായ ഗ്ലേസിയറിൻ്റെ കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുക. 2ാം ഫേസിലേക്കുള്ള യാത്ര തുടങ്ങുന്നത് ഒന്നാം ഫേസിൻ്റെ യാത്ര അവസാനിക്കുന്നിടത്ത് തന്നെയാണ്. എന്നാൽ 1ാം ഫേസിൽ നാം ഗൊണ്ടോള ഇറങ്ങിയതിന് ശേഷം എക്സിറ്റിലൂടെ കടന്ന് 2ാം ഫേസിലേക്കുള്ള എൻട്രിയിൽ ക്യൂ നിന്ന് വലിയ തിരക്കുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ സഹിച്ചു വേണം നാം 2ാം ഫേസിലേക്കുള്ള യാത്ര ആരംഭിക്കാനായി. ഇങ്ങനെ ഈ 2ാം ഫേസിലേക്കുള്ള യാത്ര ആരംഭിക്കാനായി 2ാം ഫേസിലേക്കുള്ള എൻട്രിയിൽ നാം കാത്തു നിൽക്കുമ്പോൾ താഴെയുള്ള മനോഹര കാഴ്ചകളാണ് നമുക്ക് എങ്ങും കാണാൻ സാധിക്കുക. യാത്രക്കാരെ കൊണ്ട് തിങ്ങി നിറഞ്ഞ അതിമനോഹരമായ കാഴ്ചകളാണ് 1ാം ഫേസിലും 2ാം ഫേസിൻ്റെ ആരംഭത്തിലും നമുക്ക് കാണാവുന്നത്. ആയിരങ്ങളാണ് ഓരോ ദിവസവും ഇവിടെ സന്ദർശിക്കുന്നതും ഈ ഗൊണ്ടോള യാത്രയുടെയും ഈ ഗ്ലേസിയറിൻ്റെയും മഞ്ഞിനാൽ മൂടപ്പെട്ട ഈ മലകളുടെയും അതിമനോഹര കാഴ്ചകൾ കാണുന്നതും ആസ്വദിക്കുന്നതും അത് ഫോട്ടോഗ്രാഫിയായും വീഡിയോഗ്രാഫിയായും തങ്ങളുടെ മനസ്സുകൾക്ക് ഒപ്പം എന്ന പോലെ ചിത്രീകരിച്ച് സന്തോഷത്തോടെ മടങ്ങുന്നതും. ഇങ്ങനെ ഇവിടുത്തെ 2ാം ഫേസിലേക്കുള്ള യാത്രയ്ക്കായി നാം 1ാം ഫേസിൻ്റെ എക്സിറ്റ് പോയിന്റിൽ നിന്നും 2ാം ഫേസിൻ്റെ എൻട്രി പോയിന്റിലേക്ക് വന്ന് അവിടെ ക്യൂ നിൽക്കുമ്പോൾ അങ്ങകലെ മഞ്ഞു മൂടിയ അനേകം മലനിരകളാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഇടയ്ക്കിടയ്ക്ക് പൈൻ മരങ്ങളും ഒപ്പം ചെറിയ ചെറിയ കുടിലുകളും ടെൻറ്റുകളും ഒക്കെ ഈ പ്രകൃതി ഭംഗിയെ അതിമനോഹരമാക്കുന്നുണ്ട്. ഇങ്ങനെ ഈ മനോഹരമായ കാഴ്ചകൾ കണ്ട് നമ്മുടെ ഊഴത്തിനായി നാം കാത്തിരിക്കുമ്പോൾ എൻ്റെ ചിന്തകളിലേക്ക് ഈ പഹൽഗാമിൻ്റെ മറ്റ് മനോഹരമായ കാഴ്ചകളാണ് കടന്നു വരുന്നത്. ഗുൽമാർഗിലെ കൊംദൂരി പ്രദേശം
സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 8500 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ ഒരു താഴ്വരയാണ്. മനുഷ്യവാസം കുറവാണെങ്കിലും സഞ്ചാരികളാലും പ്രകൃതി ഭംഗിയാലും സമ്പന്നമായ ഇവിടുത്തെ ജീവിതം അതിമനോഹരമാണ്. വിനോദസഞ്ചാരത്തെ ആശ്രയിച്ചുള്ള ജീവിതം. കൊങ്തൂരിയിൽ സ്ഥിരമായ വീടുകളോ ഗ്രാമങ്ങളോ കുറവാണ്. ഇവിടുത്തെ ജീവിതത്തിൻ്റെ ചക്രവാളം പൂർണ്ണമായും വിനോദസഞ്ചാരത്തെ ചുറ്റിപ്പറ്റിയുള്ളതാണ്. വിനോദസഞ്ചാരികളെ സഹായിക്കുന്ന ഗൈഡുകളും സ്കീയിങ് ഇൻസ്ട്രക്ടർമാരുമാണ് ഇവിടെ പ്രധാനമായും താമസിക്കുന്ന ആൾക്കാർ. വാഹനങ്ങൾക്ക് കടന്നു ചെല്ലാൻ പ്രയാസമുള്ള ഇടങ്ങളിൽ സഞ്ചാരികളെ എത്തിക്കുന്ന കുതിരസവാരിക്കാർ ഇവിടുത്തെ നിത്യ കാഴ്ച കൂടിയാണ്. കാലാവസ്ഥയുമായുള്ള പോരാട്ടമാണ് കൊങ്തൂരിലെ ജീവിതം പ്രകൃതി നിശ്ചയിക്കുന്ന ഒന്നാക്കി മാറ്റുന്നത്. അതിശൈത്യമുള്ള മാസങ്ങളിൽ, അതായത് ഡിസംബർ മുതൽ മാർച്ച് വരെ, പ്രദേശം മുഴുവൻ കിലോമീറ്ററുകളോളം മഞ്ഞിൽ മൂടിക്കിടക്കും. ഈ സമയത്ത് ഇവിടുത്തെ കച്ചവടക്കാരും തൊഴിലാളികളും കഠിനമായ തണുപ്പിനെ അതിജീവിച്ചാണ് ജോലി ചെയ്യുന്നത്. തണുപ്പിനെ പ്രതിരോധിക്കാൻ കാവ എന്ന പ്രത്യേക ചായയും ലളിതമായ കാശ്മീരി ഭക്ഷണവുമാണ് ഇവിടുത്തെ ചെറിയ കടകളിൽ ലഭിക്കാറുള്ളത്. ഇടയന്മാരുടെ സാന്നിധ്യം വേനൽക്കാലത്ത് കൊങ്തൂരിലെ പച്ചപ്പുള്ള പുൽമേടുകളിൽ കാശ്മീരിലെ വിഭാഗങ്ങളായ ഗുജ്ജർ, ബക്കർവാൾ സമുദായക്കാരെ നമുക്ക് ധാരാളമായി കാണാൻ സാധിക്കുന്നതാണ്. അവർ തങ്ങളുടെ ആടുകളെയും കന്നുകാലികളെയും മേയ്ക്കാനായി മല കയറി ഇവിടെ എത്തുന്നവരാണ്. ഡോഗ്സ് എന്ന് വിളിക്കപ്പെടുന്ന ചെറിയ മൺകുടിലുകളിലാണ് ഇവർ സാമാന്യമായി താമസിക്കുന്നത്. പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്നുള്ള വളരെ ലളിതമായ ജീവിതമാണ് ഇവരുടേത്. ഗൊണ്ടോള സർവീസ് അവസാനിക്കുന്നതോടെ വൈകുന്നേരങ്ങളിൽ കൊങ്തൂരി തികച്ചും ശാന്തമാകും. പിന്നെ ഇവിടെ വന്യതയും നിശബ്ദതയും മാത്രമാണ് അവശേഷിക്കുക. മഞ്ഞു മൂടിയ പൈൻ മരങ്ങൾക്കിടയിലൂടെയുള്ള കാറ്റും പക്ഷികളുടെ ശബ്ദവും മാത്രമാണ് പിന്നീട് ഇവിടെ അവശേഷിക്കുക. വന്യജീവികളുടെ സാന്നിധ്യം ഉള്ളതിനാൽ രാത്രികാലങ്ങളിൽ ഇവിടെ സഞ്ചാരം വളരെ പരിമിതമാണ്. കൊങ്തൂരിലെ ജീവിതം ഒരു വശത്ത് സഞ്ചാരികളുടെ തിരക്കും ആവേശവുമാണെങ്കിൽ മറുവശത്ത് പ്രകൃതിയുടെ കഠിനമായ വെല്ലുവിളി മനുഷ്യരുടെ നിശ്ചയദാർഢ്യത്തിൻ്റെ കൂടി കഥയാണ്. ആധുനിക സൗകര്യങ്ങളെക്കാൾ പ്രകൃതിയുടെ താളത്തിനൊത്ത് നീങ്ങുന്ന ഒന്നാണ് ഇവിടുത്തെ ജീവിതശൈലി. ഗുൽമാർഗിലെ ഈ കൊങ്തൂരി പ്രദേശം സമുദ്രനിരപ്പിൽ നിന്ന് ഏറെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ ഇവിടുത്തെ ഭക്ഷണരീതികൾ പ്രധാനമായും ഇവിടുത്തെ തണുപ്പിനെ പ്രതിരോധിക്കാനും ശരീരത്തിന് ഊർജം നൽകാനും സഹായിക്കുന്ന തരത്തിലുള്ളതാണ്. അതിൽ ഏറെ പ്രധാനപ്പെട്ടവ കാശ്മീരി കാവയാണ്. കൊങ്തൂരിലെത്തുന്ന ഏതൊരു സഞ്ചാരിയും ആദ്യം രുചിക്കുന്നത് ഇവിടുത്തെ പാരമ്പര്യ ചായയായ കവ ആയിരിക്കും. അത് പ്രത്യേകിച്ച് കുങ്കുമപ്പൂവ്, ഏലക്ക, കറുവാപ്പട്ട, ബദാം എന്നിവ ചേർത്തുണ്ടാക്കുന്ന ഒരു ഹെർബൽ ടീ കൂടിയാണ്. കൊടും തണുപ്പിൽ ശരീരത്തിന് ചൂട് നൽകാനും ദഹനത്തിനും ഇത് സഹായിക്കുന്നു. മറ്റൊന്ന് നൂൺ ചായയാണ്. പ്രദേശവാസികൾക്കും ഇടയന്മാർക്കുമിടയിൽ പ്രിയപ്പെട്ടതാണ് ഈ ഉപ്പുള്ള ചായ. ഇതിന് ഒരു പിങ്ക് നിറമുള്ളതാണ്. പാലും ഉപ്പും ചേർത്തുണ്ടാക്കുന്ന ഈ ചായ തണുപ്പ് കാലത്ത് ശരീരത്തിലെ ജലാംശം നിലനിർത്താൻ സഹായിക്കുന്നു. ഇങ്ങനെ നാം സെക്കൻഡ് ഫേസിൻ്റെ അത്തുച്ചിയിലേക്ക് കയറുമ്പോൾ താഴത്തെങ്ങും മഞ്ഞും മൂടിയ മലനിരകളാണ്, കൊടും തണുപ്പും. ഈ തണുപ്പിനെ പ്രതിരോധിക്കാൻ ഇവിടുത്തെ ആൾക്കാർ കഴിക്കുന്ന മറ്റൊരു വിഭവമാണ് കാശ്മീരി വസ്വാൻ. ചെറിയ ഹോട്ടലുകളിലും കഫേകളിലും കാശ്മീരിൻ്റെ തനതായ ഇത്തരം വിഭവങ്ങൾ ധാരാളമായി ലഭ്യമാണ്. ആട്ടിറച്ചി ഉപയോഗിച്ചുണ്ടാക്കുന്ന റോഗൻ ജോഷ് മസാല നിറഞ്ഞ മറ്റൊരു വിഭവമാണ്. റിസ്തയും ഗുസ്താബ എന്ന് വിളിക്കുന്ന ഭക്ഷണവും ഒക്കെ ഇവിടെ ഏറെ പേര് കേട്ടതാണ്. ഇത് സാധാരണയായി ചോറിനൊപ്പമാണ് ഇവർ കഴിക്കുന്നത്. ഇതുകൂടാതെ സഞ്ചാരികൾ ധാരാളമായി എത്തുന്നതിനാൽ കൊങ്തൂരിലെ തട്ടുകടകളിൽ ചില പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന
ഭക്ഷണങ്ങളും ഏറെ ജനപ്രിയമാണ്. അതിൽ ഏറെ പ്രധാനപ്പെട്ടതാണ് മാഗി. മഞ്ഞുമൂടിയ മലനിരകളിൽ ഇരുന്നുള്ള ചൂടുള്ള മാഗി കഴിച്ച് ഇവിടുത്തെ പ്രകൃതി ഭംഗി ആസ്വദിക്കുക ഒരു ഏറെ പ്രിയപ്പെട്ട സംഗതിയാണ്. തക്കാളി സൂപ്പും വെജിറ്റബിൾ സൂപ്പും ഇവിടെ ധാരാളമായി വിറ്റഴിക്കപ്പെടുന്നു. ഇങ്ങനെ മനോഹരമായ ഒട്ടനവധി കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ചിന്തിച്ചുകൊണ്ടും ഇരിക്കുമ്പോൾ ഇപ്പോൾ നാം സഞ്ചരിച്ച് എത്തിയിരിക്കുന്നത് കൊങ്തൂരിലെ കൊടുമുടിയിലേക്കാണ്. ഇനി നമുക്ക് ഇവിടെ ഇറങ്ങണം, ഇവിടുത്തെ മനോഹരമായ കാഴ്ചകൾ കാണണം. ഇനി ആ കാഴ്ചകളിലേക്ക്